ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുകയാണ്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമേ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും. അപ്പം ഇതിലെല്ലാം ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും ഒക്കെയും എഴുതിയിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്, മണവാട്ടി സഭയെക്കുറിച്ചാണ്, നിത്യരക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ അത് നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നിവൃത്തിയാകാനായിട്ട് ചിലതേ ദൈവത്തിന് ആവശ്യമുണ്ട്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ ദിവസങ്ങളിൽ ഏതൊക്കെയോ ബുദ്ധിയിലേക്ക് പോകുന്ന ചില ആളുകളെ കണ്ടുമുട്ടുവാനിടയായി. അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ബുദ്ധിയൊക്കെ ദൈവം തുറക്കട്ടെ. ഇത് ഈ ഈസിയായിട്ട് കിട്ടുന്നതാണോ, പൈസ കൊടുത്താൽ കിട്ടുന്നതാണോ, അതിൻ്റെ തലം ഏതാണോ എന്ന് പറഞ്ഞതാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം എവിടെയൊക്കെയോ കുരുങ്ങി കിടക്കുന്നു. എല്ലാവരുടെയും ബുദ്ധിയെ തുറക്കട്ടെ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ആ ജാതികൾ നമ്മളായിരുന്നു. 3-ാം നാൾ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു, കഷ്ടം അനുഭവിച്ചു. അപ്പോൾ അവൻ്റെ നാമത്തിലാണ് എന്തൊക്കെയാ? മാനസാന്തരം നടക്കണം, പാപമോചനം യെരുശലേമിൽ തുടങ്ങി. അപ്പോൾ മനുഷ്യൻ മാനസാന്തരപ്പെടണം, പാപമോചനം ഉണ്ടാകണം. അത് ഹൃദയത്തിലാണ് നടക്കേണ്ടത്. അതിൻ്റെ റിസൾട്ടാണ് സ്നാനപ്പെടുന്നത്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നിങ്ങളെയും ഈ കർത്താവ് വിളിച്ചിരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിനെ നിങ്ങൾ സാക്ഷികളാകുന്നു. നമ്മളെല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളായെങ്കിൽ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുവെങ്കിൽ നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരെണ്ണത്തിനും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നിയോഗമുള്ള ഒരുത്തനും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഉടനെ എഴുന്നേൽക്കുക, ചാടി എഴുന്നേൽക്കുക. യേഹൂവിനെ അഭിഷേകം ചെയ്തപ്പോൾ ഇസബേലിലെ ശക്തികളെ അവൻ തകർക്കുവാനിടയായി. ഹല്ലേലൂയ. അതിശക്തന്മാരായ ധീര വനിതകളും യുവാക്കളും എഴുന്നേൽക്കുവാൻ കർത്താവ് ദിവസങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം, അധികാരം സർക്കംസ്റ്റാൻസിനെയോ ലോകത്തെയോ നെയ്ബേഴ്സിനെയോ വ്യക്തികളെയോ മനുഷ്യരെ കണ്ടുകൊണ്ട് ഭയന്നിരിക്കരുത്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി അത് നമ്മളോടുള്ള വാഗ്ദത്തമാണ്. പത്രോസിൻ്റെ ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലൊക്കെയും വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 2:9 പറയുന്നു, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അറിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും. അവനോട് ചേർന്ന് നടക്കുക. നിങ്ങൾ എഴുന്നേൽക്കുക, ഉണരുക. God has a great plan about you.